ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ പതിവില്ലാതെ കോളേജിൽ രാവിലെ എത്തിയിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ കോളേജിൽ കാർണിവൽ ഡി ഫോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. അത് നമ്മുടെ കോളേജിൽ വെച്ചിട്ടാണ്. സോ നമ്മളതിൽ കുറച്ച് കമ്മിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ കോളേജ്. അപ്പോൾ സംഭവം ഇത് നമ്മുടെ കോളേജിൽ 3-4 മാസം മുന്നേ ഉണ്ടായൊരു പരിപാടിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് കാർണിവൽ ഡി ഫോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ടുവരുന്നത്. അതാദ്യം കൊണ്ടുവന്നാവട്ടെ നമ്മുടെ കോളേജിലും. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ കോളേജിലൊക്കെ എത്തി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ ചെയ്യേണ്ട ഡ്യൂട്ടീസൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാവരും ഓരോരോ കമ്മിറ്റിയിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാർണിവൽ ഡി ഫോക്കിനെ പറ്റി സൈക്ക് എന്താണ് പറയാനുള്ളത്? കാർണിവൽ ഡി ഫോക്കിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട് സായി? നല്ല മുന്നൊരുക്കാണ്. ഞാൻ കുപ്പായ മൂടൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സംഘാടക സമിതി അംഗം ആര്യ ശർല ബാബുവിന് എന്താണ് പറയാനുള്ളത് കാർണിവൽ ഡി ഫോക്കിനെ പറ്റി? ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന പരിപാടിയാണിത്. ആദ്യത്തെ പരിപാടീൻ്റെ ആതിഥേയം വഹിക്കുന്നത് നമ്മുടെ കോളേജാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടികളെല്ലാം ഏകദേശം പൂർത്തിയായി. 10 മണിയോടുകൂടി മറ്റുള്ള ക്യാമ്പസുകളിലെല്ലാവരും രജിസ്റ്റർ ചെയ്ത് പുറത്തുള്ളവരും വരും. അങ്ങനെ രാവിലെ അതൊക്കെ നോക്കി സമയം അങ്ങനെ പോയി. അങ്ങനെ 10 മണിയായപ്പോഴേക്കും ഓരോരോ കോളേജിൽ നിന്ന് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. നമ്മളുണ്ടായത് രജിസ്ട്രേഷൻ കമ്മിറ്റിയിലായിരുന്നു. അപ്പം നമ്മൾ ഈ വരുന്നവരുടെ പേരും അവരുടെ കോളേജും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അവിടെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇനോഗ്രേഷൻ ആയി. ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പം ഇന്ന് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയി ഉച്ച വരെയുള്ള സമയം അങ്ങനെ പോയി. നമുക്ക് വേണ്ടി സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നു. ദിസ് ഈസ് മായ. ഒക്കെ ഇവർക്ക് അറിയില്ലേ? ഞങ്ങൾ കുറച്ച് ബിസിയാണ്. ഉച്ചയായപ്പോഴേക്കും നമ്മുടെ എല്ലാവരും ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് കഞ്ഞിയാണ് ഉണ്ടായിരുന്നത്. കഞ്ഞിയും അതുപോലെ തന്നെ അച്ചാറും വറവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഓരോരോ സ്റ്റാൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ തെയ്യങ്ങളുടെയും അതുപോലെ തന്നെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഓരോരോ വസ്തുക്കളുടെ ഒക്കെ ഷോക്കേസ് ചെയ്തിട്ട് ഒരു സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മുടെ കാസർഗോഡിൻ്റെ സ്വന്തം മലാമി കളിയും അതുപോലെ പിന്നെ പൂരക്കളിയൊക്കെ കണ്ടു നിന്നപ്പോഴാണ് നമുക്ക് മായൻ്റെ വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചത്. മായൻ്റെ വീടാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോകാൻ നിന്നപ്പോഴാണ് പകുതിക്ക് വെച്ച് നല്ല മഴ കിട്ടിയത്. നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ മഴ പെയ്യുന്നു. നമ്മുടെ അടുത്താണെങ്കിൽ റെയിൻ കോട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിലൊക്കെ കയറി നിന്ന് മഴയൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി വരുമ്പോഴേക്കും അതിൽ നിറകേറേണ്ട നാടൻ പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്.